അല്ല അത് ഞാൻ മറന്നുകൊണ്ടല്ല പറയുക. പക്ഷേ ഈ നിയമം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ് ആണ്. അല്ല എനിക്ക് മനസ്സിലായി. 68-ൽ ഈ മത നിരോധന നിയമം അവിടെ സൃഷ്ടിച്ചു വെച്ചതല്ല, ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്ന് നിങ്ങളും മറക്കരുത്. രണ്ടാമത് ഒരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഇതിന് തൊട്ട് മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് ഭൂപേഷ് ബാഗലിൻ്റെ ഗവൺമെൻറ്റാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം. അന്ന് എത്രയോ ഇത്തരത്തിലുള്ള കേസുകളുണ്ടായി. നമുക്കറിയാം 2021-ൽ അവിടെ ഏകദേശം 5 വൈദികരെയാണ് ഇത്തരത്തിൽ മതനിരോധന നിയമം ചാർത്തിക്കൊണ്ട് അവരെ ജയിലിലടച്ചത്. അവർക്ക് ഇന്ന് 9 ദിവസമായി എന്ന് നിങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷം വിലപിക്കുമ്പോൾ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി എടുത്ത നിലപാട് തെറ്റാണ്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അത് BJP തുറന്നു പറയുന്നില്ല. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അതായത് 5 വൈദികരെ ഭൂപേഷ് ബാഗലിൻ്റെ ഗവൺമെൻറ് 2021-ൽ ജയിലിലിട്ടിട്ട് അവർക്ക് ജാമ്യം കിട്ടിയത് 111 ദിവസത്തിന് ശേഷമാണ്. അന്ന് ഇവിടെ ആരും ഈ തരത്തിൽ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. അവർക്ക് പാർലമെൻറ്റ് സംഭവിപ്പിക്കേണ്ടായിരുന്നല്ലോ. രാജ്യം മുഴുവൻ പ്രൊപ്പഗണ്ട ഉണ്ടാക്കേണ്ടായിരുന്നുവല്ലോ. അന്ന് ഇവിടെ ആരും ഇത് അറിഞ്ഞില്ലേ? ഇപ്പോൾ ഞങ്ങൾ പറയുന്നു ഈ വിഷയം ഉണ്ടായപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് കോടതിയിലേക്ക് വന്ന കേസാണ്. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി വഴിയേ നമുക്ക് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കോടതിയിൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു അനുകൂലമായ നീക്കങ്ങൾ നമുക്കറിയാം, അത് അമിത്ഷായുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും എടുക്കാൻ പറ്റുന്ന, അതായത് അവർക്ക് അവരുടെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീതിയുക്തമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് ഈ 9 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയതെന്ന്